പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥനാപൂർവ്വം കർത്താവിന്റെ പാദപടങ്ങളിലായിരിക്കാം. സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ക്രിസ്തുവിൽ അനുഗ്രഹീതരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പൈതങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇങ്ങനെ ഒരു അവസരം കർത്താവ് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ആരാധന ആഗ്രഹിച്ച പല പ്രിയപ്പെട്ടവർക്കും അവരുടെ ശാരീരിക ക്ഷീണങ്ങൾ മൂലം അതിന് സാധിക്കാതിരിക്കുമ്പോൾ കർത്താവ് ആയുസ്സിൽ ഒരു ആരാധന നമുക്ക് തന്നു. കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങളും നന്ദിയുള്ളവരായി ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അവസരം ഒരുക്കുമാറാകട്ടെ. ധ്യാനത്തിന് വേണ്ടി ഇന്ന് നാം തെരഞ്ഞെടുത്തിരിക്കുന്ന 78-ാം സങ്കീർത്തനമാണ്. 78-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചില ആലോചനകൾ പങ്കുവെച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ദൈവസന്നിധിയിലായിരിക്കാൻ താല്പര്യപ്പെടുന്നു. 1-ാം വാക്യം മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, 78-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ദൈവത്തിന്റെ സ്തോത്രം. മക്കളുടെ ഒരു സാക്ഷ്യം നാം അവയെ കേട്ട് അറിഞ്ഞിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. വാസ്തവത്തിൽ 78-ാം സങ്കീർത്തനം ഒരു പ്രസംഗം എന്നതിനേക്കാൾ അധികമായി മാതാപിതാക്കളോടും മക്കളോടുമുള്ള ഒരു പ്രബോധനമാണ്. മക്കളെ ദൈവമുൻപാകെ എങ്ങനെയാണ് നാം വളർത്തിക്കൊണ്ട് വരേണ്ടത്, അതിൽ ഏറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രബോധന വാക്യമാണ് പ്രാരംഭത്തിലെ ഈ 4 വാക്യം. അതുകൊണ്ട് ഒരു പ്രസംഗം എന്നതിനേക്കാൾ അപ്പുറമായി ഒരു പ്രബോധനമായിട്ട് നിങ്ങൾ ഇതിനെ ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിക്കാനുള്ളത്. മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മക്കളെ കുറിച്ച് മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ, അതെങ്ങനെയാണ് ദൈവത്താൽ സാധ്യമായി തീരുന്നത്, അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ കുടുംബം ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ വളർന്നു വരേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറ എങ്ങനെയാണ് ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ വളർന്നു വരേണ്ടത് എന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്ന വാക്കുകളാണ് 1 മുതൽ 4 വരെയുള്ള വാക്യം. ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഏറിയ പ്രിയപ്പെട്ടവരും മാതാപിതാക്കളാണ്. എനിക്കറിയാം, എന്നേക്കാൾ അധികം പ്രായമുള്ളവര് മക്കളെയും കൊച്ചുമക്കളെയും വളർത്തി നല്ല പരിചയസമ്പന്നരായ ആളുകളാണ് എന്റെ മുൻപാകിരിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഒരു ചിന്ത കടന്നു വരും. ഈ പ്രസംഗിക്കുന്നയാൾ ജനിക്കുന്നതിന് മുന്നമേ തന്നെ മക്കളെ വളർത്തി പരിചയവും പക്വതയുമുള്ളവരാണ് ഞങ്ങൾ എന്നൊരു ചിന്ത വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രായത്തെയും നിങ്ങളുടെ അനുഭവ പരിജ്ഞാനത്തെയും ബഹുമാനിച്ചുകൊണ്ട് ആ ഒരു ചിന്ത മനസ്സിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ദൈവദാസ 127-ാം സങ്കീർത്തനം നമ്മെ പ്രബോധിപ്പിക്കുന്നത് മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. ആദ്യത്തെ വാചകം ശ്രദ്ധിക്കുക. മക്കൾ യഹോവ തരുന്ന അവകാശമാണ്. അപ്പോൾ ദൈവമക്കൾക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം തരുന്ന തലമുറ എന്നുള്ളത് ദൈവം അവർക്ക് നൽകുന്ന അവകാശങ്ങളിൽ ഒന്നാണ്. ദൈവം നമുക്ക് ധാരാളം അവകാശങ്ങൾ തരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ തലമുറ.
പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും അവകാശങ്ങളോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അവകാശത്തെ അലക്ഷ്യമാക്കരുത്. ഇബ്രാഹിം ലേഖനം 12-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന ഉപദേശമാണിത്. അവകാശത്തെ അലക്ഷ്യമാക്കരുത്. അവകാശത്തെ അലക്ഷ്യമാക്കിയ ഒരു മനുഷ്യനെ ഇബ്രാഹിം ലേഖന കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തുന്നു. അത് ഏശാവാണ്. ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കിയവനായ ഏശാവ് അല്പനേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും വിശപ്പടക്കുവാൻ വേണ്ടിയും അവന്റെ ജ്യേഷ്ഠാവകാശമെന്ന അവകാശത്തെ അലക്ഷ്യമാക്കിയതിനു ശേഷമാണ് എത്രമാത്രം വിലപ്പെട്ട സമ്പത്താണ് താൻ അലക്ഷ്യമാക്കിയതെന്ന ബോധ്യം തനിക്കുണ്ടായി. അതിനുശേഷം ഒത്തിരി വാവിട്ട് കരഞ്ഞു. സ്തോത്രം. തന്നെ ഏറ്റവും അധികം സ്നേഹിച്ച, താൻ ഏറ്റവും അധികം സ്നേഹിച്ച പിതാവിന്റെ അടുക്കൽ ചെന്ന്, അപ്പാ എനിക്ക് തരുവാൻ ഇനി ഒന്നുമില്ലേ എന്ന് ചോദിച്ച് വാവിട്ട് കരയുകയാണ്. അപ്പോൾ നിസ്സഹായനായ പിതാവ് ഏശാവിനോട് പറയുന്നു, മോനെ, ഞാൻ എല്ലാ യാക്കോബിന് കൊടുത്തുപോയി. ദൈവത്തിന് സ്തോത്രം. കേവലം ഒരു പായസത്തിന്റെ മുൻപാകെ, ശരീരത്തിന്റെ വിശപ്പിന്റെ മുൻപാകെ അവകാശത്തെ അലക്ഷ്യമായി കണ്ടപ്പോൾ ഇത്ര വലിയ ഗതികേടിലേക്ക് താൻ ഐക്യപ്പെടുമെന്ന് ഏശാവ് ഒരിക്കലും ചിന്തിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. അവസാനം ആ പിതാവ് സ്തോത്രം വളരെ വേദനയോടുകൂടെ തന്റെ മകനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അവന് ചെറിയ അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാ അനുഗ്രഹം കൊടുത്തിട്ട് ആ പിതാവ് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? നിന്റെ സഹോദരനായ യാക്കോബിനും അവന്റെ തലമുറയ്ക്കും നിന്നെയും നിന്റെ തലമുറകളെയും ഞാൻ ദാസന്മാരാക്കി ഏൽപ്പിച്ചു പോയി. ഇനി എനിക്ക് തിരിച്ചെടുക്കാം. ഇനി എത്ര വലിയ നന്മ നിനക്കുണ്ടായാലും നീയും നിന്റെ തലമുറയും നിന്റെ സഹോദരന് എക്കാലവും ദാസന്മാരായിരിക്കും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, പ്രിയമുള്ളവരെ, ദൈവം എനിക്കും നിങ്ങൾക്കും തന്ന തലമുറ എന്ന അവകാശത്തെ വളർത്തുന്നതിൽ അലക്ഷ്യ മനോഭാവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നത്തേതിൽ വളരെ കരയേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. അവകാശത്തെ അലക്ഷ്യമാക്കുന്നവർ പിന്നീട് ഒത്തിരി കരയേണ്ടി വരും. അതിന്റെ നഷ്ടം നാം ചിന്തിക്കുന്നതിലും അപ്പുറത്താണ്. ആ കാര്യം ദൈവജനം മനസ്സിലാക്കിയിരിക്കണം. അത് മാത്രമല്ല, അവകാശത്തെ അലക്ഷ്യമാക്കുന്നത് അഭക്തിയുടെ ലക്ഷണമായിട്ടാണ് ഇബ്രാഹിം ലേഖനം 12-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തലമുറയെ വളർത്തുന്നതിൽ, അവരെ ദൈവോന്മാരെ ആത്മീയ ആരാധനയിലേക്ക് ദൈവത്തോട് അടുപ്പിക്കുന്നതിൽ, ആത്മീയമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ, വചനപ്രകാരം ജീവിക്കുവാൻ അവരുടെ മുൻപാകെ മാതൃകയായി ജീവിക്കുന്നതിൽ ദൈവജനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അലക്ഷ്യ മനോഭാവത്തെ വചനം പറയുന്ന അഭക്തി എന്ന പറയും. ഭക്തിയല്ലാതെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവജനമേ ആ കാര്യം വളരെ സൂക്ഷ്മതയോടെ ഓർത്തിരിക്കണം. മക്കളെന്ന അവകാശത്തെ അലക്ഷ്യ മനോഭാവത്തോട് കൂടെ വളർത്തുന്നത്, ദൈവം അതിനെ കാണുന്നത് ജീവിതത്തിലെ അഭക്തിയായിട്ടാണ്. ഭക്തിയോടെ ജീവിക്കുന്നവരുണ്ട്, അഭക്തിയോടെ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നിസാരമായ കാര്യം, ദൈവം നമുക്ക് തന്ന തലമുറയെ നാം കൈകാര്യം ചെയ്യുന്നതിൽ വരുന്ന അലക്ഷ്യ മനോഭാവം പോലും ദൈവവചനം പറയുന്നത് അത് അഭക്തിയുടെ ലക്ഷണമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്ന അവകാശത്തെ ദൈവകൃപയിൽ വളർത്തിയെടുത്താൽ അവരെങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത്? 128-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ വളരെ പ്രധാനമായ ഒരു മരത്തോടാണ് മക്കളെ ഉപമിച്ചിരിക്കുന്നത്.
128 സങ്കീർത്തനം 3-ാമത്തെ വാക്യം. ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവകാശമാകുന്ന തലമുറയെ ദൈവത്തിന്റെ വചനം കാണുന്നത് ഒലിവുതൈകളോട് ഉപമിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചില വർഷങ്ങൾ ഒലിവ് വൃക്ഷങ്ങൾ വളരുന്ന രാജ്യത്ത് ശുശ്രൂഷയ്ക്കുള്ള അവസരം ദൈവം എനിക്ക് തന്നു. പക്ഷെ ആ സമയങ്ങളിലൊന്നും ഒലിവുതോട്ടങ്ങൾ പോയി കാണണമെന്ന ആഗ്രഹം ഉണ്ടായില്ല, അതിനുള്ള സാവകാശവും ഉണ്ടായില്ല. നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ഒലിവ് വൃക്ഷങ്ങൾ ധാരാളമായി വളരുന്ന രാജ്യത്ത് പാർക്കുകയോ അവിടെ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. ഒരു വൃക്ഷത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതില് ഒരു പ്രസംഗകൻ ഒരിക്കൽ ഉപയോഗിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാം. ഒലിവ് വൃക്ഷത്തിന്റെ വളർച്ചയും ആ ഒലിവ് വൃക്ഷം അതിന്റെ തായ്തടിക്ക് അതിന്റെ തൈകൾ എങ്ങനെ പ്രയോജനപ്പെടുന്നു. നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി വചനപ്രകാരം തലമുറകളെ വളർത്തിയാൽ ആ തലമുറ എങ്ങനെയാണ് നാളെ നമുക്ക് പ്രയോജനമായി തീരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ നാട്ടിലും ധാരാളം വൃക്ഷങ്ങളുണ്ട്. എന്നാൽ ഒരു വൃക്ഷത്തിന്റെ ഒരു പ്രത്യേകത, ആ ഒരു വൃക്ഷം ഇങ്ങനെ വളർന്ന് നമ്മുടെ നാട്ടിലുള്ള പല വൃക്ഷങ്ങളെക്കാൾ കൂടുതൽ ആയുസ്സുള്ള ഒരു വൃക്ഷമാണ് ഒരു വൃക്ഷം. എന്നാൽ ഈ ഒരു വൃക്ഷത്തിന്റെയും ആയുസ്സിന് ഒരു പരിധിയുണ്ട്. അതിങ്ങനെ വളർന്ന് 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 ഏതാണ്ട് അതിന്റെ വളർച്ചയുടെ മൂർച്ഛന്യാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ ഈ ഒലിവ് വൃക്ഷത്തിന്റെ കൊമ്പുകളെല്ലാം തളർന്ന് താഴേക്ക് വരുവാൻ വേണ്ടി തുടങ്ങി. തായ്തടിയിൽ നിന്ന് അതിന്റെ കമ്പുകളെല്ലാം തളർന്ന് താഴേക്ക് വരുവാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത് അതിന്റെ ചുവട്ടിൽ നിന്ന് മുളച്ചു വരുന്ന ഒലിവ് തൈകൾ ഈ തായ്തടിയിൽ നിന്ന് പ്രായാധിക്യത്താൽ തളർന്ന് താഴോട്ട് ക്ഷീണിച്ചു വരുന്ന ഈ കമ്പുകള് ഈ ചുവട്ടിൽ നിന്ന് മുളച്ചു വരുന്ന ഒലിവ് തൈകൾ ഇതിങ്ങനെ വളർന്ന് അങ്ങോട്ട് ചെല്ലും. അങ്ങോട്ട് ചെന്ന് ഈ താഴ്ന്നു വരുന്ന കമ്പുകള് ഈ ഒലിവ് തൈകൾ താങ്ങി നിർത്തും. മനസ്സിലായോ? താങ്ങി നിർത്തും. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരപ്പച്ചനെ കാണാൻ വേണ്ടി കടന്നുപോയി. അദ്ദേഹം മരണത്തോട് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അപ്പച്ചനെ വേദനയോടുകൂടെ പറയുന്ന ഒരു വാക്യം ഞാൻ കേട്ടത്, തന്റെ മകനോട് പറയുകയാണ്, മോനെ, എന്റെ വലത് കൈ തളർന്നു പോയി മോനെ, എനിക്ക് കൈ ചലിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്ത് നിന്ന തന്റെ ഇളയ മകൻ പറയുകയാണ്, അപ്പച്ചന്റെ വലത് കൈയല്ലേ തളർന്നു പോയോളൂ, അതിന് പകരമായി മാത്തുക്കുട്ടി ഇവിടെ ഇല്ലേ? വല്ലതും മനസ്സിലായോ? അപ്പോഴേ അപ്പച്ചൻ വീണ്ടും പറയാണ്, മോനെ, കൈ മാത്രമല്ല വലത് കാലും ഇപ്പോഴേ അനങ്ങുന്നില്ല, എനിക്ക് അനക്കാൻ പറ്റുന്നില്ല മോനെ. കരഞ്ഞോണ്ട് പറയുമ്പോൾ ആ മകൻ പറയുകയാണ്, ലീലാമ്മ ഇവിടെ ഉണ്ടല്ലോ. മാത്തുക്കുട്ടി ലീലാമ്മ ഉള്ളപ്പോൾ ഒരു വലത് കാലം തളർന്നാൽ, ഒരു വലത് കാലം തളർന്നാൽ അപ്പ എന്തിനാ കരയുന്നേ? ഞങ്ങൾ ഉള്ളപ്പോൾ തളർന്നതിന് പകരമായി ഞങ്ങൾ അതിനെ താങ്ങിക്കൊള്ളാം. എന്താ നിങ്ങൾ എല്ലാവരും വിട്ടാതിരിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ മാത്തുക്കുട്ടി ലീലാമ്മയെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്തിനാ മക്കളെ വളർത്തുന്നത്? ഒരു തൈ തന്റെ ചുവട്ടിൽ എന്തിനാണ് ഒരു തൈ അല്ലെങ്കിൽ വളർന്നു വരുവാൻ
ഒരു വൃക്ഷം ആഗ്രഹിക്കുന്നത്, അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു ദിവസം കുറെ കഴിയുമ്പോൾ തളരുമെന്നറിയാം, ശിഖരങ്ങളൊക്കെ താഴേക്ക് വരുമെന്നറിയാം. ആ സമയത്ത് താങ്ങാൻ ഒരു തൈ വളർന്ന് മുകളിലേക്ക് വരണം. യേശുവിന്റെ രക്തത്താൽ ചെയ്യണം. മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. മക്കളെ ദൈവകൃപയിൽ വളർത്തിയ, ദൈവ സാന്നിധ്യബോധത്തിൽ വളർത്തിയ ഇന്നത്തെ ആരോഗ്യം നഷ്ടപ്പെടും. ഇന്നത്തെ ഈ അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റം വരും. കൈ തളരുന്ന, കാല് തളരുന്ന അവസ്ഥകൾ കടന്നു വരുമ്പോൾ സ്തോത്രം, ദൈവകൃപയിൽ നാം വളർത്തുന്ന നമ്മുടെ തലമുറ ഒരു തളർന്നുപോയ, ക്ഷീണിച്ചുപോയ ഒരു വൃക്ഷത്തിന്റെ ശിഖരങ്ങളെ, അതിന്റെ തൈമരം മുകളിലേക്ക് വളർന്നു ചെന്ന് കൈ പിടിച്ചുയർത്തുന്നത് പോലെ ദൈവത്തിന്റെ പൈതലെ, തലമുറയെ ദൈവം നമുക്കായി ഉപയോഗിക്കും. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ട്. നിങ്ങൾ മക്കളെ ഓർത്ത് ഭാരപ്പെടുവൊന്നും വേണ്ട. നിങ്ങളുടെ വാർദ്ധക്യത്തെ ഓർത്ത് ഭാരപ്പെടേണ്ട. ഒറ്റപ്പെട്ടു പോകുമോ എന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവകൃപയിൽ മക്കളെ വളർത്തിയാൽ നിങ്ങളുടെ വാർദ്ധക്യകാലത്ത്, നിങ്ങളുടെ നരയുടെ കാലത്ത്, നിങ്ങളുടെ ക്ഷീണത്തിന്റെ കാലത്ത് ഒരു കൈയായി, ഒരു കാലായി നിങ്ങളോടുകൂടെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ മക്കളുണ്ടാകും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. തലമുറയെ ദൈവഭക്തിയിൽ വളർത്തേണ്ട സമയത്ത് സ്തോത്രം, അതിന് മെനക്കെടാതെ തലമുറയ്ക്ക് വേണ്ട പലതും നൽകിയാൽ ഒരു പക്ഷേ സ്തോത്രം, നിന്റെ വീട്ടിനകത്തുള്ള ഒരു തൈകൾ പ്രയോജനപ്പെട്ടു എന്ന് വരികയില്ല. മക്കളെ വളർത്തുമ്പോൾ ദൈവഭക്തിയിൽ വളർത്തണം, ആത്മീക സമ്പന്നരാക്കി വളർത്തണം. അങ്ങനെ വളർത്തിയാൽ നമ്മുടെ താഴ്ചയിൽ അവർ നമുക്ക് ഒരു തണലായി മാറും, ഒരു താങ്ങായി മാറും. നമ്മുടെ മാതാപിതാക്കൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടികളോട് പറയുന്ന ചില വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കും. അതിലൊന്നാണ്, ഞാൻ ഒരിക്കലെ ഒരു കൗൺസിലിംഗ് ക്ലാസ്സിൽ നിന്ന് കേട്ടൊരു കാര്യമാണത്. പിതാവ് വീട്ടിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ ആൺകുട്ടികൾ സ്വാഭാവികമായിട്ട് പിതാവിനെ സഹായിക്കാൻ ചെല്ലുന്നത് മിക്കവാറും വീടുകളിലുണ്ട്. അപ്പൊ പിതാവ് കാറ് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചുകുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾ ഓടിച്ചെന്ന് ഒരു തുണിയൊക്കെ എടുത്ത് ഒന്ന് തുടയ്ക്കാനും ഒക്കെ തുടങ്ങും. അതുപോലെ തന്നെ അമ്മമാര് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പെൺകുട്ടികൾ ഓടിച്ചെന്ന് ഒരു കത്തിയൊക്കെ എടുത്ത് ഒന്ന് അരിയാനൊക്കെ തുടങ്ങുന്ന സ്വാഭാവികമായ കാര്യമാണ്. ഈ സമയത്ത് നമ്മളെന്താണ് ഈ മക്കളോട് പറയുന്നത്? നമ്മളെന്താ മക്കളോട് പറയുന്നത്? മക്കളെ, നിങ്ങൾ ഇങ്ങോട്ടങ്ങ് വരണം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയോ. നീ ഇപ്പൊ പഠിക്കേണ്ട സമയമാണ്, നീ പോയിട്ട് പഠിക്കും, നീ ഇങ്ങോട്ട് വരണ്ട. അവരുടെ മനസ്സിൽ തറയ്ക്കുന്ന ഒരു കാര്യം, നീ നിന്റെ കാര്യം നോക്കിക്കോ, എന്റെ കാര്യം ഞാൻ എന്ത് ചെയ്തോളാം. ഇത് വലിയ ഒരു ഭാരമായിട്ട് പിന്നീട് മാറും. എപ്പോഴാ പിന്നെ നമ്മൾ ഈ പിള്ളേരെ ആശ്രയിക്കണമെന്ന് അറിയാമോ? വയസ്സ് ചെന്നു, വണ്ടി കഴുകാൻ വയ്യ, നടക്കാൻ വയ്യ, എഴുതേക്കാൻ വയ്യ. അപ്പോൾ ഫോൺ വിളിക്കും നമ്മൾ. അപ്പോഴത്തേക്ക് അവര് അങ്ങ് വിദേശ രാജ്യത്താണ്, നമ്മൾ ഫോൺ വിളിക്കും. അന്നേരം പിള്ളേര് നമ്മളോട് പറയും, അന്ന് എന്നോട് എന്താ പറഞ്ഞ് പഠിപ്പിച്ചത്? നീ നിന്റെ കാര്യം നോക്കിക്കോ. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണ്, എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കുകയാണ്, എൻ്റെ പിള്ളേരുടെ കാര്യം നോക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നീ നിങ്ങളുടെ കാര്യം നോക്കാം. ഇതിന് ഉത്തരവാദി ആരാണ്? നമ്മൾ തന്നെ പറഞ്ഞു പഠിപ്പിച്ചതാണ്, നീ നിന്റെ കാര്യം നോക്കിക്കോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം അവരവരുടെ കാര്യം നോക്കുകയും ചെയ്യണം. അപ്പോൾ തന്നെ അവർ നമ്മുടെ കാര്യം കൂടി എന്ത് ചെയ്യണം? നോക്കണം. മനസ്സിലായോ? അപ്പൊ അവരവരുടെ കാര്യം നോക്കി അങ്ങ് ഫ്ലൈറ്റ് കയറി പോയാൽ മാത്രം പോരാ, അവരവരെന്ത് ചെയ്യണം? എന്തിനാണ് ഈ അവകാശത്തെ ഈ കുടുംബത്തിൽ ദൈവം ജന്മം നൽകിയത്?
ഈ അവകാശത്തെ ഈ കുടുംബത്തിൽ ദൈവം ജനിപ്പിച്ചത് ഈ മാതാപിതാക്കളുടെ ബലഹീനതയിൽ അവരെ താങ്ങുവാൻ വേണ്ടിയാണ്. മക്കളെല്ലാം ചെവി തുറന്നത് കേട്ടോളണം. ഈ കുടുംബത്തിൽ ഞാൻ ജനിക്കാൻ കാര്യം, എന്റെ അപ്പനും അമ്മയുടെ മകനായി ഞാൻ ജനിക്കാൻ കാര്യം, അവരുടെ ബലഹീനാവസ്ഥയിൽ അവർ തളരുമ്പോൾ അവരെ താങ്ങേണ്ടത് ഞാനാ താങ്ങേണ്ടത്. ചെറുക്കൊക്കെ ഒരു ധാരണ വന്നിട്ടുണ്ട്, സഭക്കാരാണ് താങ്ങേണ്ടത്. സഭക്കാര് താങ്ങും, ദൈവത്തിന് സ്തോത്രം, അത് വേറെ കാര്യം. അല്ലെങ്കിൽ സഹോദരങ്ങളാണ് താങ്ങേണ്ടത്, മറ്റുള്ളവരാണ്. അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പക്ഷെ മക്കൾ എന്ന നിലയിൽ മക്കൾ ചെയ്യേണ്ട കാര്യം മക്കൾ തന്നെ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെയ്യണമെങ്കിൽ മക്കളെ വളർത്തുമ്പോൾ അവരെ ദൈവഭക്തിയിൽ വളർത്തണം. 80 വയസ്സുള്ള ഒരു പിതാവ് മരിച്ചു. ആ പിതാവിന് 2 മക്കൾ, 2 പെൺമക്കൾ അധ്യാപകരായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. ഒരു മകൻ കാര്യമായിട്ട് ഒരു ജോലി ചെയ്യുന്നവനല്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ വീട്ടിൽ കിടന്നുറങ്ങാമെങ്കിൽ അതാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. 80 വയസ്സായിരുന്നു വരെ ഒരു ജോലിക്ക് ആ ചെറുപ്പക്കാരൻ പോയിട്ടില്ല. ഇതിനിടയിൽ കല്യാണം കഴിച്ച് 2 മക്കളുണ്ടായി. പെങ്ങന്മാർ 2 പേര് അധ്യാപകരായിരുന്നുകൊണ്ട് അവരുടെ ചെലവ് ഈ ചെറുപ്പക്കാരൻ അറിഞ്ഞില്ല. പിതാവിന്റെ സംസ്കാര ശുശ്രൂഷ കഴിഞ്ഞു. ഏതാണ്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം വൈകിട്ട് ഒരു മഴയത്ത് ഈ ചെറുപ്പക്കാരൻ കടയിലൊക്കെ പോയി കുറെ സമയം ചെലവഴിച്ചിട്ട് ഒരു സന്ധ്യാമയക്കുന്ന സമയത്ത് ഒരു ചെറു മഴയത്ത് തന്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. താൻ വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് വീടിന്റെ മുൻഭാഗത്ത് ആ സിറ്റ് ഔട്ടിനോട് ചേർന്ന് അപ്പന്റെ ചെരുപ്പ് അവിടെ വെച്ച് നെഞ്ചത്തടിച്ചൊരൊറ്റ കാഴ്ച. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യം, എന്റെ അപ്പൻ 80 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് എന്റെ അപ്പന്റെ ആയുസ് എനിക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഒരു ചായ മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ വേദന എപ്പോഴാണ് തോന്നിയെന്ന് അറിയാമോ? അപ്പം മരിച്ച് 7 കഴിഞ്ഞപ്പോഴാണ് തോന്നിയത്. അദ്ദേഹം പറയാണ്, 80 വയസ്സ് വരെയാണ് എൻ്റെ അപ്പൻ ജീവിച്ചിരുന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ കണക്കൂട്ടിൽ ഇനി ഒരു 5 കൊല്ലം കൂടെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഞാനൊരു ചായ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. മക്കളെ, ദൈവത്തിന് സ്തോത്രം. ദൈവം തന്നിരിക്കുന്ന ആയുസ്സിൽ സ്തോത്രം, നമുക്ക് തന്നിരിക്കുന്ന മാതാപിതാക്കളെ നാം സംരക്ഷിക്കണം. അത് മക്കളുടെ ഉത്തരവാദിത്വമാണ്. ദൈവത്തിന് സ്തോത്രം. അതാരെയും ഏൽപ്പിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രദേശങ്ങളിലെ ഒരു പ്രത്യേകമായ സാഹചര്യം അനുസരിച്ച് ജോലിയും വിദേശ രാജ്യങ്ങളിലെ താമസവും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നതുകൊണ്ട് മാതാപിതാക്കളോടുകൂടെ എപ്പോഴും അവരെ ആയിരിക്കാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് അവർ ഉത്തരവാദിത്തപ്പെട്ട പലരെയും അത് ഏൽപ്പിക്കാറുണ്ട്. അതിന് വിമർശിച്ചല്ല ഞാൻ പറഞ്ഞത്, സ്തോത്രമല്ലേലൂയ. എങ്കിലും മക്കളോടുള്ള ബന്ധത്തിൽ മാതാപിതാക്കളെ അവരുടെ കഷ്ടതയിൽ, അവരുടെ രോഗത്തിൽ, അവരുടെ ക്ഷീണത്തിൽ താങ്ങുക എന്നുള്ളത് മക്കളുടെ ഉത്തരവാദിത്വം. ഇനി ആ ഉത്തരവാദിത്വം ഫലപ്രദമായി അവർ നിർവഹിക്കണമെങ്കിൽ, അവരുടെ കയ്യാൽ താങ്ങപ്പെടണമെങ്കിൽ, സംരക്ഷിക്കപ്പെടണമെങ്കിൽ, അവരുടെ കയ്യാലുള്ള നന്മ അനുഭവിക്കണമെങ്കിൽ മക്കളെ വളർത്തുമ്പോൾ ദൈവകൃപയിൽ വളർത്തണം. ദൈവത്തിന് സ്തോത്രം. ചില സമയങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര് അവരുടെ മക്കളെ വളർത്തുവാൻ വേണ്ടി അനേക സ്ഥാപനങ്ങളിൽ അയക്കാറുണ്ട്. അപ്പോഴങ്ങനെ അയക്കുന്ന പ്രിയപ്പെട്ടവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ കഴിവിന്റെ അപ്പുറം അവർക്ക് നൽകാൻ കഴിയുന്ന നല്ല വിദ്യാഭ്യാസം നൽകി, അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ആഹാരം അവർക്ക് നൽകി, ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകി, കഴിയുന്ന ഏറ്റവും നല്ല ഭക്ഷണം നൽകി, നല്ല വസ്ത്രം നൽകി. അതിനുവേണ്ടി വിവിധ സ്ഥാപനങ്ങളുണ്ട്. നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ ഇവിടെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. നല്ല ഭക്ഷണം നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാൻ ഇവിടെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ,
അമ്മ കൊടുക്കേണ്ട സ്നേഹം, അപ്പൻ കൊടുക്കേണ്ട ലാളനം, അപ്പനും അമ്മയും ഒരുമിച്ച് കൊടുക്കേണ്ട ബാലശിക്ഷ, ഇത് കൊടുക്കുന്ന സ്ഥാപനം എവിടെയാണ്? നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണത്തേക്കാൾ, നല്ല വിദ്യാഭ്യാസത്തേക്കാൾ, നല്ല വസ്ത്രത്തേക്കാൾ ആവശ്യം അമ്മയുടെ ലാളനവും അപ്പന്റെ സ്നേഹവും അപ്പനും അമ്മയും ഒരുമിച്ച് നൽകുന്ന ബാലശിക്ഷയുമാണ് ആവശ്യം. അത് നൽകുന്ന ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ, അതാണ് നമ്മുടെ കുടുംബം. നിങ്ങൾ എത്ര പണം മുടങ്ങി എവിടെ വിട്ടാലും ഇത് മൂന്ന് വേറെ ഒരിടത്തും. ഇനി ഇത് നൽകുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അപ്പൻ ബാലശിക്ഷ നൽകുമ്പോൾ അമ്മ മൗനമായിരിക്കണം. ചില വീടുകളിലൊക്കെ കുട്ടികളുടെ തെറ്റ് കണ്ട് ബാലശിക്ഷയ്ക്ക് വേണ്ടി അപ്പൻ മുതിരുമ്പോൾ അമ്മ ഇടയ്ക്ക് കയറും. എന്നിട്ട് പറയും, എന്റെ ഒത്തിരി എന്ത് ചെയ്തേക്ക് തൊട്ടു വായിക്കരുത്. അത് പറയരുത്. അത് പറയുമ്പോൾ ഈ ബാലശിക്ഷയുടെ ഗൗരവം ഈ കൊച്ചിന് മനസ്സിലാവുകയുമില്ല. അത് മാത്രമല്ല, അപ്പനോട് ബഹുമാനത്തെക്കാൾ കൂടുതൽ ഒരു വെറുപ്പ് അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകും. ബാലശിക്ഷ നൽകേണ്ട സമയത്ത് ശിക്ഷിക്കണം. ദൈവത്തിനും പറയുന്ന വടി കൊണ്ട് അടിക്കണം, വടി കൊണ്ട് അടിക്കണം. ഒരു കുട്ടിയുള്ള ഒരു വീടിന് ഒരു വടി വേണം. കുട്ടി രണ്ടാണെങ്കിൽ 2 വടി വേണം. അതിൽ കൂടുതലാണെങ്കിൽ വടിയുടെ എണ്ണം കൂടും. വടി കൊണ്ട് പിള്ളേർ എന്ത് ചെയ്യണം? അടിക്കണം. അടിച്ചു വളർത്താതിരുന്ന ചിലപ്പോൾ അവർ തിരിച്ചടിക്കും. അടിച്ചു വളർത്തണം. ദൈവത്തിന് സ്തോത്രം. കുട്ടികളുടെ തെറ്റിനെ ആരെങ്കിലും ശാസിക്കുമ്പോൾ നമുക്ക് വേദന തോന്നാം. ആ സമയത്ത് അത് പ്രകടിപ്പിക്കുകയോ അവരുടെ തെറ്റിനെ ന്യായീകരിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചില അമ്മമാരുണ്ട്, ഏതെങ്കിലും തെറ്റുകൾ കുട്ടികൾ ചെയ്താൽ ആ തെറ്റിനെ മറച്ചു വയ്ക്കുവാൻ ന്യായീകരണമായിട്ട് വരും. ഒരിക്കലും ചെയ്യരുത്. അപ്പൻ അടിച്ചു, അടിക്കുമ്പോ അമ്മ മാറി നിൽക്കുക. അടിക്കുകയാണെങ്കിൽ അവന് വേദനയ്ക്കത്തക്കോണം അടിക്കണം. ഒരടി കൊടുത്തോളെങ്കിലും അത് ഈ ചൂലും കൊണ്ട് തട്ടുന്ന പോലെ തട്ടല്, കൊടുക്കുന്ന ഒരു ഒറ്റ അടി അടിക്കാം. ഒരു 2 മണിക്കൂർ കഴിയുമ്പോ അമ്മ സാവധാനം മോനെ വിളിക്കണം. എടാ മോനെ, മോനെ പപ്പ അടിച്ചു അല്ലേ? തുടയിലേക്ക് നോക്കിക്കൊണ്ട്, അടിയുടെ പാടിൽ നോക്കിക്കൊണ്ട് അമ്മ പറയണം, മോനെ അപ്പൻ എന്തിനാ അടിച്ചതെന്ന് എനിക്ക് അറിയാമോ? മോൻ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ? മോൻ നന്നായി വളരണമെന്ന ആഗ്രഹം കൊണ്ടല്ലേ അടിച്ചത്? നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അപ്പൻ നിന്നെ അടിച്ചത്. അതുകൊണ്ട് എന്നെ മോൻ ഇനി മേലാൽ ഈ തെറ്റ് ചെയ്യരുത്, ഈ കുസൃതി ചെയ്യരുത്, ഇനി അടി കൊള്ളുകയും ചെയ്യരുത്. ആ പൈതലിന് അപ്പനോട് ബഹുമാനമുണ്ടാകും, അമ്മയോട് സ്നേഹമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അപ്പന്റെ മക്കളുടെ തെറ്റിനെ സ്നേഹം കൊണ്ട് മൂടി വെച്ച് അതിനെ അതിവാത്സല്യം കൊണ്ട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ നിങ്ങൾക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുകയില്ല. പ്രയോജനപ്പെടണമെങ്കിൽ അവരെ ശിക്ഷിച്ച് വളർത്തുക. ദൈവത്തിന് സ്തോത്രം. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാമത്തെ വാക്യം ദൈവത്തിനെ പഠിപ്പിക്കുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കും, അവന് വൃദ്ധനായാലും അത് വിട്ടുമാറുകയും. മോളെ കേൾക്കുന്നുണ്ടോ? ബാലന്മാരുടെ ബാലനും ബാലികയും നടക്കേണ്ടുന്ന ഒരു വഴി. 2 വഴികളാണ് അവരുടെ മുൻപാകെയുള്ളത്. നടക്കേണ്ടുന്ന വഴിയുണ്ട്, അവർ നടക്കുന്ന വഴിയുണ്ട്. നടക്കുന്ന വഴിയിലൂടെ അടിക്കുകയല്ല, അവർ നടക്കേണ്ടുന്ന വഴിയിലൂടെ നടത്തണം. മാതാപിതാക്കളെ, പൈതങ്ങൾക്ക് അത്ര ഗ്രാഹ്യമില്ല, ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിവില്ല. എന്നാൽ നിങ്ങൾക്ക് അറിവുണ്ട്. ഇന്ന് മുതൽക്കാലം ഓരോരുത്തരും ശോധന ചെയ്യണം. എന്റെ തലമുറ നടക്കേണ്ടുന്ന വഴിയിലാണോ നടക്കുന്നത്, അതോ അവർ നടക്കുന്ന വഴിയിൽ അങ്ങ് നടന്നു പോവുകയാണോ? നടക്കുന്ന വഴിയിൽ നടക്കുന്നവരെ
നടക്കേണ്ടുന്ന വഴിയിലേക്ക് കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഏതാണ് ആ വഴി? 128 സങ്കീർത്തനം 1-ാമത്തെ വഴി. ഏതാണ് മക്കൾ നടക്കേണ്ടുന്ന വഴി? 128 സങ്കീർത്തനം 1-ാമത്തെ വാക്യം. യഹോവയെ ഭയപ്പെട്ട്. കണ്ടോ, ആ വഴി ഏതാണ്? യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴി. അപ്പോൾ മക്കൾ നടക്കേണ്ടുന്ന വഴി ഏതാണ്? യഹോവയുടെ വഴി, ദൈവ ഭയമുള്ള വഴി. ആത്മീയ വിഷയങ്ങളിൽ ഭയമുള്ള വഴിയിലൂടെയാണ് മക്കൾ നടക്കേണ്ടത്. അതാണ് മക്കൾ നടക്കേണ്ടത് വഴി. ആ വഴിയുടെ പ്രത്യേകത എന്താണ്? 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം പറയുകയാണ് ആ വഴിയുടെ പ്രത്യേകത. 31 2 ശമൂവേൽ 22:31. ദൈവത്തിന്റെ വഴി തികവുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചാണ്ട് പ്രിയമുള്ളവരെ, മക്കൾ നടക്കേണ്ടുന്ന വഴി 128:1 യഹോവയെ ഭയപ്പെട്ടവന്റെ വഴി. അതാണ് ആ വഴി. ആ വഴിയുടെ പ്രത്യേകത യഹോവയുടെ വഴി തികവുള്ളതാണ്. യേശുവിന്റെ ഗതാജയം. ഇന്ന് അല്പം കുസൃതിയുണ്ടെങ്കിലും, പഠനത്തിൽ ഏറ്റവും വലിയ മുമ്മന്മാരല്ലെങ്കിലും, പല കാര്യങ്ങളും നമ്മുടെ തലമുറ പുറകിലാണെങ്കിലും, നിങ്ങൾ ദൈവകൃപയിലാണ് അവരെ വളർത്തിയതെങ്കിൽ അവർ നടന്നു വന്ന വഴി തികവുള്ള വഴിയാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കലും അവർ നഷ്ടപ്പെട്ടു പോകും. വിശ്വസിച്ചോ? തികവുള്ള യഹോവയുടെ വഴി തലമുറയെ നടത്തിയാൽ, സ്തോത്രം, അവരുടെ കഴിവിനേക്കാൾ അപ്പുറമായി, അവരുടെ വിദ്യാഭ്യാസത്തെക്കാൾ അപ്പുറമായി അവരെ അനുഗ്രഹിക്കുന്നവരായ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്വമാണ്. നല്ല ഭക്ഷണം കൊടുത്താൽ പോരാ, നല്ല വസ്ത്രം കൊടുത്താൽ പോരാ, നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ അത് കൊടുക്കണം. അതോടൊപ്പം തികവുള്ള യഹോവയുടെ ഭയമുള്ള വഴിയിൽ അവരെ നടത്തുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ആവർത്തനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം കൂടെ വായിച്ചാണ്ട്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അപ്പൊ പ്രസംഗം കേട്ട പോലെ കേൾക്കുന്ന പ്രസംഗം ഹൃദയത്തിൽ ഇരിക്കണം. വചനം ഹൃദയത്തിൽ ഇരിക്കണം. നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. കേട്ടോ, മക്കൾക്ക് ദൈവവചനം ഉപദേശിച്ചു കൊടുക്കണം. സ്തോത്രം. A4 ആപ്പിൾ പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷെ അതോടൊപ്പം ദൈവവചനം കൂടി എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. 3 സ്ഥലങ്ങളിൽ വെച്ചാണ് അത്. 2 സ്ഥലങ്ങളിൽ 3 സ്ഥലങ്ങളിൽ വെച്ച് സ്തോത്രം. അതേപോലെ വഴിയിൽ വെച്ച് നിന്റെ മക്കൾക്ക് വചനം പഠിപ്പിക്കണം, വീട്ടിൽ വെച്ച് വചനം പഠിപ്പിക്കണം, കിടക്കുമ്പോൾ പഠിപ്പിക്കണം, ഉണരുമ്പോൾ പഠിപ്പിക്കണം. മനസ്സിലായി? 4 സ്ഥലങ്ങളാണ് അല്ലേ? മാതാപിതാക്കൾ വചനം പഠിപ്പിക്കുന്നത് എവിടേക്ക് വെച്ചാണ്? ഇവിടെ ശ്രദ്ധിച്ചാട്ട്. പഠനം കിട്ടാത്ത മക്കളെ ശ്രദ്ധിച്ചാട്ട്. പഠിപ്പിക്കാൻ പോകുന്ന മാതാപിതാക്കളെ ശ്രദ്ധിച്ചാട്ട്. വീട്ടിൽ വെച്ച് എന്തിനാ വചനം പഠിപ്പിക്കുന്നത്? വീട്ടിൽ വെച്ച് എന്തെല്ലാം വചനം പഠിപ്പിക്കേണ്ടതെന്ന് അറിയാവോ? 23-ാം സങ്കീർത്തനം മാത്രം പഠിപ്പിച്ചാൽ പോരാ. ദൈവത്തിന്റെ സ്തോത്രം. ഒരിക്കൽ ഒരു മാതാവിന്റെ സംസ്കാര ശുശ്രൂഷയിൽ അമേരിക്കയിൽ പാർക്കുന്ന അവരുടെ 3 പെൺമക്കൾ ആ സംസ്കാര ശുശ്രൂഷയിൽ പറഞ്ഞൊരു വാചകം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അവർ സാക്ഷ്യത്തിന് സമയം കൊടുത്തപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ഒരാൾ വീട്ടിൽ വന്നാൽ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന്, അവരോട് അതിഥി സൽക്കാരം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടേയില്ല. പക്ഷേ ഞങ്ങളുടെ അമ്മയിൽ നിന്ന് ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ അതിഥികളെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നും, അതിഥികളോട് നാം പുലർത്തേണ്ട മനോഭാവം എന്താണെന്നും അത് വീട്ടിൽ വെച്ചാണ് മക്കളെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. അപ്പൊ വീട്ടിൽ വെച്ച് എന്താണ് പഠിപ്പിക്കേണ്ടത്? ഒരമ്മയുടെ ഉത്തരവാദിത്വം അതിഥികളെ സൽക്കരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം. ഒരു പിതാവിന്റെ ഉത്തരവാദിത്വം വീട്ടിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരു പിതാവ് മക്കളെ പഠിപ്പിക്കണം. ഇനി ഞാൻ പെൺപൈതൽ പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ, ഭർത്താക്കന്മാരെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്ന്
എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഭർത്താവിനെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? മൂന്നാമത് ആ പെൺകുട്ടി പറഞ്ഞത്, കുടുംബ പ്രാർത്ഥന എങ്ങനെ നടത്തണമെന്ന് എൻ്റെ അപ്പനും അമ്മയും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്. രണ്ട് കാര്യമാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, സ്തോത്രം, അതിഥികളെ സത്കരിക്കുന്നതിൽ സ്വീകരിക്കുന്നതിൽ ആ മാതാപിതാക്കൾ പഠിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറമായി അവരുടെ ജീവിതം തന്നെ മക്കൾക്ക് പഠിക്കാവുന്ന ഒരു പാഠപുസ്തകമായി. ഭർത്താവിനെ ബഹുമാനിക്കുന്നതിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ ആ അമ്മയുടെ ജീവിതം ഒരു പാഠപുസ്തകമായി. ഭാര്യയെ സ്നേഹിക്കുന്നതിൽ ബഹുമാനിക്കുന്നതിൽ ആ ഭർത്താവിന്റെ ജീവിതം മക്കൾക്ക് ഒരു പാഠപുസ്തകമാണ്. കുടുംബ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൽ അപ്പന്റെയും അമ്മയുടെയും ജീവിതം ആ മക്കൾക്ക് ഒരു പാഠപുസ്തകം ആയി. ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഇവരിൽ നിന്ന് ഇതെല്ലാം കണ്ട് പഠിച്ചു. അപ്പോൾ വീട്ടിൽ വെച്ച് പഠിക്കണം, ചില കാര്യങ്ങൾ പഠിക്കണം, പഠിപ്പിക്കണം. രണ്ട്, വഴിയിൽ നടക്കുമ്പോൾ, ഞാൻ ചോദിച്ചു, വഴിയിൽ നടക്കുമ്പോൾ ദൈവവചനം പഠിപ്പിക്കണം. എന്തിനാണ്? എന്തെല്ലാം പഠിപ്പിക്കണം? വഴിയിൽ നടക്കുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കണം. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കണം. ചിലതിനോട് അടുത്ത് നിൽക്കുവാൻ പഠിപ്പിക്കണം. വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ചിലതിനോടൊക്കെ അകന്ന് യാത്ര ചെയ്യുവാൻ അപ്പൻ മക്കളെ പഠിപ്പിക്കും. ഈ സമയം ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഒരു ചിന്ത നിങ്ങളോട് പറയുന്നു. ഒരിക്കലൊരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞ കാര്യമാണ്, ദുഷ്ടനും വഴി ഒന്ന്, ദുഷ്ടനും ഭക്തനും വഴി രണ്ട്, ഭക്തനും വഴി മൂന്ന്. മനസ്സിലായോ? പിടിയോ? ഇല്ലെങ്കിൽ പറയാം. ഇതും ഒരു വഴിയാണെന്ന് വിചാരിക്കുക. നമ്മുടെ പൊടിയാടിയിൽ നിന്നോ അല്ലെങ്കിൽ തിരുവല്ലായിൽ നിന്നോ ഒരു വഴിയാണെന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ വഴികളാണല്ലോ വിശാലമായ വഴികൾ. എന്റെ ചെറുപ്പത്തിലൊക്കെ ഉള്ള വഴികളൊക്കെ വളരെ ചെറിയ വഴികളാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയുള്ള ഒരു സ്ഥലത്ത് നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ പലപ്പോഴും ഈ ജംഗ്ഷനിലേക്കൊക്കെ പോകുമ്പോൾ ഈ പാടത്തുള്ള വരമ്പിലൂടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോകാറുണ്ട്. രണ്ട് ദുഷ്ടനും തമ്മിൽ എതിരേൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോഴേ ആ പുറകിൽ ഇതാ വഴിയെന്ന് വിചാരിച്ചു. കുറച്ചു നേരത്തേക്ക് ഭാവന വഴിയായിട്ട് കണ്ടു. ഒരു ദുഷ്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, ഒരു ദുഷ്ടൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വരിക. അപ്പൊ അവിടെ നിന്ന് വരുന്ന ദുഷ്ടൻ മനസ്സിൽ പറഞ്ഞു, ഞാനായിട്ട് മാറിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതേ മനോഭാവം തന്നെയാണ് ഇവിടെ നിന്ന് വന്ന ദുഷ്ടനും പറഞ്ഞത്. അപ്പോൾ നടന്നു വരുന്നവന് വഴി കൊടുക്കാനുള്ള മനോഭാവം പോലും രണ്ടുപേർക്കും ഇല്ല. അപ്പോൾ അവിടെ നിന്ന് വരുന്നവൻ, നീ വേണമെങ്കിൽ മാറിക്കോളാം, ഞാൻ മാറൂല, അങ്ങനെ മാറേണ്ട കാര്യമൊന്നും എനിക്കില്ല, ഞാൻ ഇവിടുത്തെ ഒരു പഴയ ആളാണ്, എന്തിനാ ഞാനായിട്ട് മാറേണ്ടതിന്? ഇവ ബസ്സിൽ പിടിച്ച് അങ്ങോട്ട് ചെയ്യുകയാണ്. അപ്പൊ ഇവിടുന്ന് വരുന്നവർ എന്ത് ചെയ്യും? ഇതേ മനോഭാവത്തോടു കൂടിയാണ്. കണ്ടോ, ദുഷ്ടനും വന്ന് ഏറ്റുമുട്ടി രണ്ടുപേർക്കും ഒരു വഴി, മൂക്കോട് മൂക്ക് ചേർന്ന് മുഖത്തോട് മുഖം ചേർന്ന് ഇടിച്ചു. ചോര ഒഴുകി, രണ്ടുപേരും ഒരടി മാറാൻ തയ്യാറായി. ദുഷ്ടനും വഴി ഒന്ന്. ഇനി അവിടെ ഒരു ദുഷ്ടൻ പറയാണ്, നീ വേണമെങ്കിൽ മാറിക്കൊള്ളാൻ, ഞാൻ മാറില്ല, ഇതെന്റെ വഴിയാണ്, ഇത് എല്ലാവർക്കും നടക്കാനുള്ളതാണ്, അങ്ങനെ മാറേണ്ട കാര്യമൊന്നും എനിക്കില്ല. മാറാതെ അവനെങ്കിലും നേരെ വരുമ്പോ ഈ പാവപ്പെട്ട ഭക്തനായ മനുഷ്യൻ വിചാരിച്ചു, എനിക്ക് വേണമെങ്കിൽ മാറേണ്ട കാര്യമൊന്നും ഇല്ല, കാരണം എനിക്കൂടെ നടക്കാവുന്ന വഴിയാണ്. എങ്കിലും എന്റെ മുൻപിലൂടെ വരുന്നവരെ ബഹുമാനിച്ച് ഞാൻ അവന് വഴി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവൻ അല്പം എന്ത് ചെയ്തു? മാറി. അപ്പൊ ദുഷ്ടൻ അങ്ങനെ മാറടാ,
എന്ന് ഒരു അഹങ്കാരത്തോടെ നടന്നുപോയി. അവന് വഴി കൊടുത്ത ഭക്തന് വേറെ വഴി. അപ്പൊ ദുഷ്ടനും ഭക്തനും തമ്മിൽ വഴി എത്രയാണ്? 2. ഇനി രണ്ടുപേരും ഭക്തന്മാരാണെങ്കിൽ സംഭവിക്കുന്ന കാര്യം അറിയാമോ? ഒരു ഭക്തൻ അവിടെ നിന്ന് വന്നു. അപ്പോൾ ആ ഭക്തൻ മനസ്സിൽ പറഞ്ഞു, ഒരു മനുഷ്യൻ ദൂരെ നിന്ന് വരുന്നുണ്ടല്ലോ, എനിക്ക് വേണമെങ്കിൽ നേരെ അങ്ങ് പോകാൻ പറ്റും, ഞാനായിട്ട് പോകുന്നില്ല, അവന് വഴി മാറിക്കൊടുക്കാം എന്ന് വിചാരിച്ച് അടുത്ത് വന്നപ്പോഴത്തേക്കും അവൻ ഇങ്ങോട്ടൊരു വഴി മാറി യാത്ര ചെയ്തു. അപ്പൊ ഇവിടുന്ന് വന്ന ഭക്തനും ഇതേ മനോഭാവത്തോടു കൂടെ വേണമെങ്കിൽ എനിക്ക് ഇതിനോട് തന്നെ നേരെ നടക്കാം, പക്ഷേ അവന് വേണ്ടി ഞാൻ മാറിക്കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് അവൻ വഴി മാറിക്കൊടുക്കും. അപ്പൊ നേരെ നടക്കാവുന്ന ഒരു വഴി, അവിടെ നിന്ന് വന്ന ഭക്തൻ കൈമാറിയ മറ്റൊരു വഴി, ഇവിടെ നിന്ന് വന്ന ഭക്തൻ മാറിയ മറ്റൊരു വഴി. അപ്പൊ വഴി എത്രയായി? മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ദുഷ്ടനും വഴി 1, ദുഷ്ടനും ഭക്തനും വഴി 2, ഭക്തനും വഴി 3. ഇത് എവിടെന്നാ പഠിക്കുന്നത് പ്രാവശ്യമാണെന്ന് അറിയാമോ? മറ്റുള്ളവരെ വഴിയിൽ വെച്ച് ബഹുമാനിക്കുവാനും ഏറ്റുമുട്ടൽ ഒഴിവാക്കുവാനും അപ്പൻ പഠിപ്പിക്കേണ്ടത് മക്കളെ വഴിയിൽ വെച്ച് പഠിപ്പിക്കണം. ബസ്സിൽ കയറുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ പഠിപ്പിക്കണം. ബസ്സിൽ കയറുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ പഠിപ്പിക്കണം. ബസ്സിൽ കയറുമ്പോൾ മുതിർന്നവർക്ക് സീറ്റ് നൽകി കൊടുക്കാനുള്ള എഴുന്നേൽക്കാൻ അപ്പൻ വഴിയിൽ വെച്ച് മക്കളെ പഠിപ്പിക്കണം. സഭായോഗത്തിൽ വരുമ്പോൾ സ്തോത്രാഴ്ച കൊണ്ടുവരുവാനും അപ്പനും അമ്മയും മക്കളെ പഠിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? വഴിയിൽ വെച്ച് പഠിപ്പിക്കേണ്ടത് വഴിയിൽ വെച്ച് പഠിപ്പിക്കണം. വഴിയിൽ വെച്ച് വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു ദൈവവൈതൽ എന്ന നിലയിൽ സംഘടനകൾ ഒഴിവാക്കി സമ്മേളനത്തോടുകൂടെ മറ്റുള്ളവരുടെ ഇടപെടാനും മക്കളെ പഠിപ്പിക്കും. അപ്പൊ വഴിയിൽ വെച്ച് ഒത്തിരി കാര്യങ്ങൾ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും മക്കൾ പഠിക്കേണ്ടതായിട്ട് ഇനി അപ്പോൾ വീട്ടിൽ വെച്ച് പഠിപ്പിക്കണം, വഴിയിൽ വെച്ച് പഠിപ്പിക്കണം. അടുത്തത് എന്ത് ചെയ്യണം? നിങ്ങൾ കിടക്കുമ്പോൾ എന്താ നിങ്ങൾ മക്കളെ പഠിപ്പിക്കുന്നത്? പ്രിയമുള്ളവരെ, അനേക വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന PM കൊച്ചുഗുരു എന്ന് പറയപ്പെടുന്ന ഒരു ഭക്തനായ മനുഷ്യന്റെ അനുഭവസാക്ഷി. അങ്ങ് വടക്ക് വാളകത്താണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ആ മനുഷ്യൻ വളരെ പാവപ്പെട്ട ഒരു കുടിലിൽ താമസിക്കുന്നവരാണ്. വളരെ വർഷങ്ങളായി അദ്ദേഹത്തിന് ഈ വലിവ് രോഗം, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ചെറിയ കുടില് വലിവ് രോഗം. അപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കി. ഒന്നാമത് വലിവ്, തണുപ്പടിച്ചാൽ ഇവർക്ക് പിന്നെ ശ്വാസം കിട്ടൂല. 7 ദിവസം രാത്രി ഉറക്കമില്ലാതെ തറയിൽ പായയിൽ കുത്തിയിരുന്ന് നേരം വെളുപ്പിച്ച ആ മനുഷ്യൻ ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് തന്റെ വീട്ടിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച, ദൈവം ഇന്ന് രാത്രിയെങ്കിലും ഒന്ന് കിടന്നുറങ്ങാൻ അവസരം തരണേ, എനിക്ക് അല്പ ശാന്തത തരണേ. പക്ഷെ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിങ്ങനെ സന്ധ്യ ആയപ്പോ കാണാം മഴ വീണ്ടും തുടങ്ങി. മഴ, കാറ്റ്, നല്ല തണുപ്പ്, കൊച്ചു കുറുവിന് വലിവ് തുടങ്ങി. എന്തായാലും അല്പം കഞ്ഞിവെള്ളം കുടിച്ച് വേദോസ്തം വായിച്ച് പ്രാർത്ഥിച്ച് കിടന്നു. താൻ എങ്ങനെ കിടന്നു അറിയാൻ പാടില്ല. അന്ന് രാത്രി സുഖമായി കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ 2-3 കുറെ ദിവസങ്ങളായിട്ട് ഉറങ്ങാത്തതിന്റെ ക്ഷീണത്തിന് ശരിക്കും ഉറങ്ങി. എങ്കിലും അതിരാവിലെ എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ രാത്രി സുഖമായി കിടന്ന് ഉറങ്ങി. അങ്ങനെ ആ ഭക്തനായ മനുഷ്യൻ തന്റെ കൊച്ചു വീടിന്റെ വരാന്തയിൽ കഴിഞ്ഞ രാത്രിയിൽ ദൈവം എന്നെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് നല്ല ഉറക്കം തന്നതോർത്ത് ദൈവത്തെ ധ്യാനിച്ചുള്ള സമയത്ത് തന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു വരി ഏതാ നിങ്ങൾക്കറിയാമോ? ഉറക്കത്തിനും സുഖവും തന്നൻ അരികെ നിന്നു കൃപയാ, ഉറക്കത്തിനും സുഖവും തന്നൻ അരികെ നിന്നു കൃപയാ, ഉറങ്ങാതെ സ്വന്തമായി കാത്ത
അനേകം പ്രിയപ്പെട്ടവർ ഉറക്കമില്ലാതെ വേദന കൊണ്ട് കഷ്ടപ്പെട്ടപ്പോൾ രാത്രി നിനക്ക് ദൈവോർക്കം തരുന്നതിന് വേണ്ടി കിടക്കുന്ന സമയത്ത് ദൈവത്തോടും വിശുദ്ധീകരണത്തോടും കൂടെ പ്രാർത്ഥിക്കുകയും ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചു തരുന്നു, ഈ രാത്രി സുഖമായി ഉറങ്ങുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഒരു പിതാവും മാതാവും പ്രാർത്ഥിച്ചു കിടക്കുന്ന ആ കാഴ്ച കാണുന്ന മക്കൾ അവരും രാത്രി കിടക്കാൻ നേരത്ത് പ്രാർത്ഥിച്ചു. രാത്രി പകലെല്ലാം അധ്വാനം കഴിഞ്ഞ് വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചിരിക്കുന്ന ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്ത് കാല് കഴുകി വീടിനകത്ത് പ്രവേശിച്ച് രാത്രി ഉറക്കത്തിലേക്ക് ഒരാൾ കടന്നു പോകുന്നത് പോലെ പകൽക്കാലം നടന്നു വന്ന സകല വഴികളിലും വന്നുപോയി സകല പാപങ്ങളും തെറ്റുകളും ദൈവത്തോട് ഏറ്റുപറഞ്ഞു ശുദ്ധീകരണം പ്രാപിച്ചു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു രാത്രി കിടന്നുറങ്ങുകയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അതിരാവിലെ എഴുന്നേറ്റ് ആ പാട്ടിന്റെ ആദ്യവാചകത്തിൽ ആ ദൈവദാസൻ പറഞ്ഞതുപോലെ തന്നെ അതിരാവിലെ രാത്രിയിൽ ദൈവത്തിന്റെ ഉള്ളങ്കരത്തിൽ വിശ്രമിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് അതിരാവിലെ എഴുന്നേറ്റ് പറയാൻ പറ്റും. അനേകം പ്രിയപ്പെട്ടവർ കഴിഞ്ഞ രാത്രി ഉറക്കമില്ലാതെ വേദനപ്പെട്ടപ്പോൾ കർത്താവേ ഉറക്കത്തിന് സുഖം തന്ന് അരികെ നിന്ന് ബലം പകർന്ന് ഉറങ്ങാതെ പരിപാലിച്ച് ദൈവത്തെ അവന് പറ്റും. അപ്പോൾ കിടക്കുമ്പോൾ വചനം മക്കളെ പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? പകൽക്കാലം എന്ന തെറ്റുകളെല്ലാം ഏറ്റുപറയാൻ പഠിപ്പിക്കണം. വിശുദ്ധിയോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കിടന്നുറങ്ങാൻ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ മക്കളെ പഠിപ്പിക്കണം. ഉണരുമ്പോൾ ഒരാളുടെ ഉയർപ്പ് അല്ലെങ്കിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകം വേദവസ്ഥ ആരംഭിച്ചത് എങ്ങനെയാണ്? ആദ്യം. അപ്പോൾ വേദപുസ്തകത്തിന്റെ ആദിയിൽ എന്തായിരുന്നു? ദൈവം. ഒരു ദിവസത്തിന്റെ ആദിയിൽ ദൈവം. ജോലിയുടെ ആദിയിൽ ദൈവം. എല്ലാത്തിന്റെ ആദിയിൽ ദൈവം. എല്ലാത്തിന്റെ ആദിയിൽ ദൈവമാണെങ്കിൽ അവസാനം കൃപ നിങ്ങളോടുകൂടെ. ബൈബിൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ആദിയിൽ ദൈവം അല്ലെ? അപ്പോൾ ആദിയിൽ ദൈവത്തോടു കൂടെയാണെങ്കിൽ അവസാനിക്കുന്നത് എങ്ങനെയാണ്? അവസാനിക്കുന്നത് വെളിപ്പാട് പുസ്തകം അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം അവസാനത്തെ വാക്യം എടുക്കാൻ എളുപ്പമുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നോക്കിയാട്ടെ. പ്രിയമുള്ളവരെ, ഒരു ദിവസത്തിന്റെ ആദ്യം ദൈവത്തോടു കൂടെയാണെങ്കിൽ, ജോലിയുടെ ആദ്യം ദൈവമാണെങ്കിൽ, ജീവിതത്തിന്റെ ആദ്യം ദൈവമാണെങ്കിൽ, വിദ്യാഭ്യാസത്തിന്റെ ആദ്യം ദൈവമാണെങ്കിൽ, എല്ലാ നന്മയുടെയും ആദ്യം ദൈവമാണെങ്കിൽ സംതൃപ്തിയോടുകൂടെ ജീവിത സായാഹ്നത്തിൽ പറയാൻ പറ്റും കർത്താവായ യേശുവിന്റെ കൃപ ഈ പകൽക്കാലം മുഴുവൻ കൂടെയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം ദൈവമായിരുന്നു, അവസാന കൃപയായിരുന്നു. ആദ്യം ദൈവത്തോടു കൂടി ആരംഭിച്ച സമയം മുതൽ വീട്ടിൽ അവസാനം ദിവസം വരെയും അവസാന സമയം വരെയും ദൈവകൃപ നമ്മുടെ മേലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാനാകുന്നത് കൃപയാലാകുന്നു. എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് കൃപയാലാണ്, എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ കൃപയാലാണ്. ഉള്ളതെല്ലാം ദൈവത്തിന്റെ കൃപയാലാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് രാത്രി ദൈവം കാത്തു പരിപാലിച്ചത് ഓർത്തുകൊണ്ട് പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ പ്രഭാതത്തിൽ പാടിയിരുന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. ഇന്നു പകൽ മുഴുവൻ എന്നെ സൂക്ഷിച്ചവനേ, ഇന്നു പകൽ മുഴുവൻ കരുണയോടെ എന്നെ സൂക്ഷിച്ചവനേ, നന്ദിയോടെ തിരുനാമത്തിൽ വന്ദനം ചെയ്യുന്നു, നന്ദിയോടെ രാവിലെ മുതൽ ദൈവം പകൽക്കാലം മുഴുവൻ, ഇന്നും പകൽ മുഴുവൻ ചെയ്ത കൃപകളെ ഓർത്ത് നന്ദിയുള്ളവരായി സന്ധ്യായാമത്തിൽ
പറയുകയാണ്, ഇന്ന് പകൽ മുഴുവൻ ദൈവം ചെയ്ത സകല നന്മയ്ക്കും സകല അനുഗ്രഹത്തിനും സകല വിടുതലുകൾക്കുമായി നന്ദി അർപ്പിച്ചുകൊണ്ട് രാത്രി കിടക്കയിലേക്ക് പോകുന്ന ഒരാൾക്ക് മാത്രമേ രാവിലെ എഴുന്നേറ്റ് ഉറക്കത്തിന് സുഖം തന്ന് അരികെ നിന്ന് ബലപ്പെടുത്തി ദൈവത്തിന് സ്തുതി പറയുവാൻ. സ്തോത്രം. പക്ഷിഗണങ്ങൾ പാടി ആരാധിക്കുന്നതിന് മുമ്പ് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദൈവത്തെ സാധിക്കുന്നത് ഒരു ഭക്തനായ മനുഷ്യനാണ്. അപ്പോൾ ഈ കാര്യത്തിലൂടെ വീട്ടിൽ കിടക്കുമ്പോൾ അന്ന് പകൽ മുഴുവൻ ദൈവം ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് കണ്ട് നമ്മുടെ മക്കൾ വളരണം. രാവിലെ രാത്രി ദൈവം സൂക്ഷിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നത് കണ്ട് മക്കൾ വളരണം. എല്ലാം പിടികിട്ടിയോ? ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ വചനം പഠിപ്പിക്കണം, വഴിയിൽ നടക്കുമ്പോൾ വചനം പഠിപ്പിക്കണം, കിടക്കുമ്പോൾ വചനം പഠിപ്പിക്കണം, എഴുന്നേൽക്കുമ്പോൾ വചനം പഠിപ്പിക്കണം. അങ്ങനെ വചനം മക്കളെ പഠിപ്പിച്ചാൽ 127 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നിന്റെ മക്കൾ ആരായിട്ട് മാറും? നിന്റെ വാർദ്ധക്യ കാലത്ത് നിന്റെ ബലഹീനതയും നിന്റെ കഷ്ടതയും നിന്നെ താങ്ങുന്ന ആശ്വാസമായ മക്കളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. ദൈവത്തിന് വന്ന പഠിക്കണം, മക്കൾക്ക് കൊച്ചുമക്കൾ പഠിപ്പിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതം അനുഗ്രഹമാണ്. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആയുസ് വചനം പഠിച്ച് വചനം പഠിപ്പിച്ച് മാതൃകയിൽ പൂർവമായി മാറുവാൻ കർത്താവിന്റെ സഹായം. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ എഴുന്നേറ്റ്